കർപ്പമളപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് LDF സർക്കാരിന്റെ 4ാം വർഷം പ്രമാണിച്ച് UDFന്റെ പ്രത്യേക ആഘോഷ പരിപാടിയെ പറ്റി. പ്രത്യേക ആഘോഷമായിട്ട് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത് അവരൊരു ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. വർഷം 9 ഇതുവരെ ഉണ്ടാക്കാനുള്ള നേരം കിട്ടിയില്ല. ഇപ്പൊ ഉണ്ടാക്കാൻ പോവാം. ഷാഡോ ക്യാബിനറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് നല്ലതാ. അത് ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന എല്ലാവരെയും പിടിച്ച് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ വിശ്വപൗരനുമുണ്ട്. തിരുവനന്തപുരത്ത് ജനപിന്തുണ വർഷാവർഷം ക്രമാനുഗതമായി കുറച്ചുകൊണ്ടുവന്ന ഒരു നേതാവാണല്ലോ അദ്ദേഹം. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കേണ്ടതാണ്, ഒരു സംശയമില്ല. പിന്നെ കേരളത്തില് ആൾക്കാരിൽ നിന്ന് പിരിക്കാതെ ഇലക്ഷൻ മത്സരിക്കാൻ കഴിവുള്ള മത്സരിക്കാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, അദ്ദേഹം ശശി തരൂരാണ്. ആൾക്കാരിൽ നിന്ന് ഇലക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് പിരിക്കുന്ന കാര്യം ഞാൻ കേട്ടിട്ടില്ല, എന്റെ അറിവിലില്ല. ഇനി വേറെ ആരെയും പിരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 9 വർഷമായി സതീശൻ മാഷ് VS അച്യുതാനന്ദന്റെ മകനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് അന്വേഷിച്ച് നിയമസഭാ കമ്മീഷന്റെ ചെയർമാനാണ്. എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. അന്വേഷിച്ച വ്യക്തി പ്രതിപക്ഷ നേതാവുമായി. അന്നൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇദ്ദേഹം എന്തൊക്കെയോ അന്ന് ചെയ്തു കളയും. ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞ ഈ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ച പോലെ അത്രയും പോലും സാധിച്ചിട്ടില്ല. എന്തിന് ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് അവസാനമായിട്ട് കൊണ്ടുവന്നത് ഒരു അവിശ്വാസ പ്രമേയം. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, അമ്മാതിരി പണി ഇങ്ങോട്ട് വേണ്ട എന്നും പറഞ്ഞ് കൈ ചൂണ്ടി നേതാക്കളെ വളരെ നിശ്ചിതമായി സംസാരിക്കുന്ന, വളരെ മൂർച്ചയോടെ പത്രക്കാരോടും നിയമസഭാ സാമാജികന്മാരോടും സംസാരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് നമുക്കുള്ളത്. അത് ബിന്ദു സഖാവായാലും ശരി, കപ്പിത്താന്റെ വീണ സഖാവായാലും ശരി, മന്ത്രി ശിവൻകുട്ടിയായാലും ശരി, എല്ലാവരും കണക്കാണ്. എന്നാൽ സ്വർണ്ണ കടത്ത് വിഷയമായി മറ്റനവധി ആരോപണങ്ങളുമായിട്ടും അഴിമതി ആരോപണങ്ങളുമായും സർക്കാരിനെ വിമർശിക്കാൻ നിയമസഭയിലെ വേദിയിൽ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ഇതിന് വളരെ ഭംഗിയായി സാധിക്കുന്ന ഒരു അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. പ്രതിപക്ഷത്തിനെ ജയിപ്പിക്കാനൊന്നും പറ്റത്തില്ല, എന്നാലും അവിശ്വാസം എന്ന് പറയുന്ന ഒരു ആയുധം പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്. ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിലെ കക്ഷി നേതാക്കൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് മുഴുവൻ പറയാനുള്ള ഒരു അവകാശം, അത് നമ്മുടെ ഭരണഘടനയും സഭാചട്ടങ്ങളും ഉറപ്പു നൽകിയിട്ടുള്ളതാണ്. 2020 ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന് ശേഷം ഇതുവരെ അടുത്തൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല, UDFന് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യം നല്ലവണ്ണം ഓർക്കണം. അവരാണ് വീണ്ടും ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. ഗവൺമെന്റ് 4ഉം 5ഉം തവണയുള്ള കുടിശ്ശിക ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒരുമിച്ച് കൊടുത്തയച്ച് ആണ് ഈ സർക്കാരിനെ വിജയിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയും പോലെ കിറ്റ് കൊടുത്തൊന്നുമല്ല. ഓരോ വർഷവും ഓരോ മാസവും കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ 65,000-ഓളം പേർക്ക് കൊടുക്കുകയാണ്. 26,000 ആശാ പ്രവർത്തകരുടെ റെപ്രസെന്റേറ്റീവ്സ് സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ 60 ദിവസമായിട്ട് നടന്നു സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു മാസമെങ്കിലും ക്ഷേമ പെൻഷൻ സമയത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് UDFന് സമരം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും. നിങ്ങൾ അടുത്ത 5 വർഷം ജനങ്ങൾ എടുത്ത് തോളിൽ വെക്കുമെന്ന് വിചാരിക്കുകയാണ്. ഈ 65,000-ഓളം പേർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്ക് ഒരു മാസം മുടങ്ങുമ്പോഴത്തേക്ക്, ഇല്ലെങ്കിൽ 2 മാസം മുടങ്ങുമ്പോഴത്തേക്ക്, 3 മാസം മുടങ്ങുമ്പോഴത്തേക്ക്, 4 മാസം മുടങ്ങുമ്പോഴത്തേക്ക് ക്ഷേമ പെൻഷൻ എവിടെ സർക്കാർ എന്ന് ചോദിക്കാൻ എന്തേ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല? ഈ ക്ഷേമ പെൻഷൻ സമയത്തിന് കൊടുക്കാതെ എല്ലാം കൂടെ ഇലക്ഷൻ സമയത്ത് കൂട്ടിവെച്ച് കൊടുത്തിട്ടല്ലേ കഴിഞ്ഞ ഇലക്ഷൻ എല്ലാം LDF ജയിച്ചത്? നിങ്ങൾക്കത് അറിഞ്ഞൂടെ?
എന്നിട്ട് നിങ്ങൾ വേണം മുഖ്യമന്ത്രിയോടൊത്ത് പറയാൻ ഇമാതിരി പരിപാടി ഇങ്ങോട്ട് വേണ്ട. ആശാപ്രവർത്തകന്മാര് ഇത്രയും ദിവസം സമരം ചെയ്യാമെങ്കിൽ, അവർ 60 ദിവസം സമരം ചെയ്യാമെങ്കിൽ, നിങ്ങൾ 6 ദിവസം സമരം ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നേനെ. ഇനിയും നിങ്ങൾക്കൊരു പ്രതീക്ഷ വേണ്ട, ഭരണമാറ്റം വരും, ഞങ്ങളെ വീണ്ടും എടുത്ത് തോളിൽ വെക്കുമെന്ന്. മുസ്ലിം ലീഗിന്റെ തോളിൽ കയറിയിരുന്ന് ചെവി കടിക്കാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. ജനങ്ങളെതിരാണ്, ജനങ്ങള് CPM-നെതിരാണ് എന്ന് വെച്ച് കോൺഗ്രസിന് അനുകൂലമാകാൻ വേണ്ടിയിട്ട് തത്വഗുണമുള്ള ഒന്നും അവർ ഇന്നുവരെയും ചെയ്തിട്ടില്ല. ഗോവിന്ദൻ സഖാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂർത്തമായ ഒരു കാര്യം അവർ ഇതുവരെയും ചെയ്തിട്ടില്ല. ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ അടുത്ത സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴത്തേക്ക്, ഷാഡോ ഗവൺമെന്റ് തയ്യാറെടുക്കുമ്പോഴത്തേക്ക്, കറകളഞ്ഞ വ്യക്തിത്വമുള്ള കുഴൽനാടനെ പോലെയുള്ള വ്യക്തികളെ മുഖ്യമന്ത്രിയായിട്ട് മുൻവശത്ത് നിർത്തണം. കർത്താവിന്റെ മാസപ്പടി പറ്റിയവരെ പിടിച്ചിരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. കർത്താവിന്റെ പുസ്തകത്തിൽ ഇല്ലാത്തവരെ നിങ്ങൾ തപ്പിയെടുക്കണം. കർത്താവിന്റെ പുസ്തകം ഇവിടെ കേരളത്തിൽ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പൊ കർത്താവിന്റെ പുസ്തകത്തിൽ ഇല്ലാത്തവർക്ക് കൊണ്ട് അടുത്ത 5 വർഷം ഭരിക്കാൻ പറ്റും. അതിന് ഭരിക്കണമെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കുറ്റങ്ങള്, ഈ കുറവുകള്, ഇതെല്ലാം നിയമസഭയിൽ പരസ്യമായിട്ട് ഉന്നയിക്കണം. അത് സ്പീക്കർ ഷംസുഖന്റെ വാക്ക് കേട്ട് വിറയ്ക്കുന്നവരോ ഒന്നുമല്ല വേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ, കുഴൽനാടനെ പോലെയുള്ള പുതുതലമുറയിലുള്ള ആൾക്കാർ വേണം. ഇപ്പോഴ് മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കുന്ന പേരുകളിൽ നമ്മൾ പഴയ AK ആന്റണിയുടെ പേര് പോലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈശ്വര വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം. സുധീരൻ സഖാവ് നല്ലോണം ഡൈ ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നുണ്ട്, മുല്ലപ്പള്ളിയുടെ പേര് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 10-20 പഴയ ഒരു KPCC പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഇതുവരെയും കേട്ടിട്ടില്ല. അദ്ദേഹം തീരെ അവശനായിട്ട് വീട്ടിൽ ഇരിക്കുന്ന ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തിനാ നമ്മൾ MM ഹസന്റെ പേര് വരെ കേൾക്കണം മുഖ്യമന്ത്രിയായിട്ട്? കാര്യം ഇതുവരെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ MM ഹസൻ ആയിക്കോട്ടെ എന്ന് വരെ പറഞ്ഞു കേട്ടു. കോഴിനാടനെ പോലുള്ളവരുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഉള്ള യുവ നേതാക്കളുണ്ട്, യുവ തുർക്കികളുണ്ട്, ഷാഫി പറമ്പിലെ പോലുള്ളവരുണ്ട്. അങ്ങനെ കറകളഞ്ഞ വ്യക്തിത്വങ്ങളെ കൊണ്ടുവരണം. ഷാഡോ ക്യാബിനറ്റിലായാലും അടുത്ത് വരുന്ന ക്യാബിനറ്റിലായാലും. പിന്നെ ഈ ഷാഡോ ക്യാബിനറ്റ് എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊന്നുമില്ല, വർഷങ്ങളായിട്ട് ബ്രിട്ടീഷ് രീതിയിൽ നിലനിൽപ്പുണ്ട്. ഓരോ മന്ത്രിയുടെയും ഓരോ തെറ്റുകളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷാഡോ മിനിസ്റ്റർ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫും മറ്റു കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കും. അതിനെ അവർ ഫലപ്രദമായിട്ട് ജനങ്ങളിലോട്ട് എത്തിക്കാനൊക്കെ. അപ്പോൾ പ്രതിപക്ഷത്തിന് പേടിയുണ്ട്. ഇവിടുത്തെ സർക്കാരിന് പ്രതിപക്ഷത്തിന് പേടിയില്ല. കാര്യം ഇവർ തമ്മിലുള്ള അടി തീർത്തിട്ടേ നമ്മൾ അടിക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പേരും എനിക്കൊരു സഹായം ചെയ്യേണ്ടത്. എന്റെ വീഡിയോ ആയിരക്കണക്കിന് പേര് കാണുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ചു പേരെ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. തികച്ചും ചിന്തോദ്ദീപകമായിട്ടുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഒരു ചെലവുമില്ലാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. നന്ദി, നമസ്കാരം.